ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. ബേഥാന്യ യെരൂശലേമിൽ നിന്ന് 2 മൈൽ മാത്രം ദൂരമുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. കർത്താവായ യേശുക്രിസ്തു ബേഥാന്യയിലേക്ക് വരുന്നത് പെസഹ പെരുന്നാളിന്റെ കാലത്താണ്. പുരാതനവും പരിശുദ്ധമായിരിക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുവാൻ കൂട്ടമായി വന്നു കൂടിയിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നത് ഒരു കൊച്ചു വീട്ടിലേക്കാണ്, ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ബെഥാനിയിലെ ഈ ഭവനത്തിലേക്ക് വന്നത് ക്ഷണിച്ചിട്ടാണ്. ക്ഷണിക്കാൻ കാരണം എന്താണ്? അവിടെ ഇപ്പോഴുള്ളത് മാർത്തയും മറിയും സഹോദരനായിരിക്കുന്ന ലാസറുമാണ്. പക്ഷേ ലാസറിന് ഇപ്പോൾ അസുഖമാണ്. ലാസർ ദീനമായി കിടക്കുകയാണ്. അവരെ ആളെ വിട്ടു അറിയിച്ചു, നിന്റെ പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തു ഉടനെ വന്നില്ല. ലാസറിന് ദീനം മൂർച്ഛിച്ചു. ലാസർ മരിച്ചു. ലാസർ അടക്കപ്പെട്ടു. ലാസർ അടക്കി ദിവസങ്ങൾ മുന്നോട്ട് പോയി. ചീഞ്ഞു നാറി തുടങ്ങി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നു. കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിക്കാൻ തുടങ്ങിയ എല്ലാവരും വിചാരിച്ചു, കർത്താവായ യേശുക്രിസ്തു എന്താണ് താമസിച്ചത്? യേശു സ്നേഹിക്കുന്ന ഭവനമാണല്ലോ. യേശു മാർത്തയെയും മറിയയും ലാസറിനെയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വേദനയുടെ രംഗമാണ്. അവരുടെ അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു. ഇപ്പോൾ താങ്ങും തണലും എല്ലാമായിരുന്ന ആ ഒരാൺപ്രജയുള്ളത് ലാസർ മരിച്ചു പോയിരിക്കും. കർത്താവ് വന്നില്ലല്ലോ. പക്ഷെ കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവിന് ആ ഭവനത്തോടും ആ ഭവനത്തിലെ വ്യക്തികളോടും വളരെ സ്നേഹമുണ്ട്. ദൈവമക്കളെ, കർത്താവ് വന്ന് തക്ക സമയത്ത് പ്രവർത്തിച്ചു. ഒരു കാര്യം ദൈവമക്കൾ വിശ്വസിക്കണം, ഉറയ്ക്കണം. ജീസസ് ആക്ട്സ് അറ്റ് ദി റൈറ്റ് ടൈം. തക്ക സമയത്ത് ചെയ്യേണ്ട സമയത്ത് കർത്താവായ യേശുക്രിസ്തു ചെയ്യേണ്ടത് ചെയ്യും. ജീസസ് ക്രൈസ്റ്റ് ഈസ് നെവർ ലേറ്റ്. അവൻ ഒരിക്കലും താമസിച്ചു പോകുകയില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്തിരിക്കും. നമ്മളുടെ കണക്കുകൂട്ടലനുസരിച്ചല്ല. കർത്താവായ യേശുക്രിസ്തു വന്നു. കല്ലറയുടെ വാതിൽ കല്ല് നീക്കുവാൻ പറഞ്ഞു. ലാസറേ, പുറത്തു വരിക എന്നുള്ള ശബ്ദം അവിടെ മുഴങ്ങി. ചീഞ്ഞു നാറിക്കിടക്കുന്ന ലാസർ ജീവനോടെ വെളിയിലേക്ക് വന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതം ജനം അത്ഭുതത്തോടെ ദർശിച്ചു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നാം കണ്ടത് യേശുക്രിസ്തു വീണ്ടും ആ ഭവനത്തിലേക്ക് വരികയാണ്. ആദ്യം ഭവനത്തിലേക്ക് വന്നത് മരിച്ചവന് ജീവൻ കൊടുക്കാനാണ് വന്നത്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു അതേ ഭവനത്തിലേക്ക് വന്നത് എന്തിനാണ്? നന്ദി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാധന കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സുഗന്ധം മണക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ വീട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ആ വീട് ഒരു സമയത്ത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ വീട്, കുഷ്ഠത്തിന്റെ മണമുള്ള വീട്, മാർത്തയും മറിയും തമ്മിൽ പരിഭവമുള്ളതായ വീട്, അനാഥത്വത്തിന്റെ വീട്, പരാതിയുടെ വീട്,
കണ്ണുനീരിൻ്റെ വീട്, കൂട്ടക്കരച്ചിലിൻ്റെ വീട്, നിരാശയുടെ വീട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളുടെയും പലപ്പോഴും ഭവനങ്ങൾ അങ്ങനെയല്ലേ? എല്ലാവരും ഒരു മനസ്സിലാണ്. അവിടെ സമാധാനവും സന്തോഷവും സ്നേഹവും തളം കെട്ടി നിൽക്കുന്നുണ്ടോ? ദൈവത്തിന് നിറഞ്ഞ സാന്നിധ്യവും വെളിച്ചവും അവിടെ ഉണ്ടോ? ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള ശബ്ദം അവരൊന്ന് ഉയരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരാധനയുടെയും നന്ദിയുടെയും സ്തുതി സ്തോത്രങ്ങൾ അവിടുന്ന് ഉയരുന്നുണ്ടോ? ദൈവം സുഗന്ധം മണക്കുന്നുണ്ടോ? ഇന്ന് അനേകരുടെ കുടുംബ അന്തരീക്ഷം എങ്ങനെയാണ്? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്ന അങ്ങനെ ആവശ്യമാണ്. അനേക കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ എന്താണ് കാരണം? അവരുടെ ആദ്യത്തെ പള്ളിക്കൂടം എന്ന് പറയുന്നത് സ്കൂളല്ല, അത് വീടാണ്. ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്ന മാതാപിതാക്കന്മാരാണ്. ആ ഏത് അന്തരീക്ഷത്തിലാണോ അവർ വളരുന്നത് അതിന് വലിയൊരു സ്വാധീനമുണ്ട്. സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ്, ഒരു മനസ്സിൻ്റെ അന്തരീക്ഷമാണ്. കുഞ്ഞുങ്ങൾ ആ സ്നേഹത്തിൽ തഴച്ചു വളരും. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ അവരുടെ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതം അവർ വളർത്തിയെടുക്കും. ദൈവമക്കളെ, എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തു വീട്ടിലേക്കൊന്ന് വന്നു. വീടിൻ്റെ ഛായ മാറി, വീടിൻ്റെ പ്രകൃതി മാറി, വീടിൻ്റെ അന്തരീക്ഷം മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോഴാ വീടോ? ദൈവത്തിന് സൗരഭ്യം കൊണ്ട് ആ വീട് നിറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. സ്തുതിയുടെ ആരവാരം അവിടെ നിന്ന് മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആളുകൾ സന്തോഷത്തോടെ അത്ഭുതം കൂറിക്കൊണ്ട് വരികയാണ്. മരണം ജീവനായിട്ട് മാറി, രോഗം സൗഖ്യമായിട്ട് മാറി, കണ്ണുനീര് ആനന്ദത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം കണ്ണുനീരായി മാറി, ദൈവശബ്ദം മുഴങ്ങുന്നതായൊരു വീടായി മാറി. കർത്താവായ യേശുക്ക് സന്തോഷിക്കുന്ന ഒരു ഭവനമായി. നിങ്ങളോട് ഞാൻ സത്യം പറയട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ പൊന്നുകർത്താവ് കടന്നു വന്നാൽ അതിൻ്റെ മുഖച്ഛായ മാറും, അന്തരീക്ഷം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രകൃതി മാറും, ഇരുട്ട് വെളിച്ചമാകും, ദുർഗന്ധം സുഗന്ധം പൂരിതമായി തീരും. ദൈവത്തിന് സ്തോത്രം. ആരാധന കണ്ണുനീരിൻ്റെയും നെടുവീർപ്പിൻ്റെയും പരാതിയുടെയും ശബ്ദത്തിൻ്റെ മുഴക്കം ആരാധനയുടെയും സുസ്തോത്രത്തിൻ്റെയും ശബ്ദമുഖരിതമായി തീരും. ദൈവമക്കളെ, ആ ഗ്രാമം നേരത്തെ അറിഞ്ഞിരുന്നത് എങ്ങനെയാണ്? വായിച്ച് 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ച്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ മാർത്തയുടെയും മറിയുടെയും ഗ്രാമം. ഒന്നോടെ വായിച്ചേ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ആ സഹോദരിമാരുടെ പേരിലാണ് അറിയപ്പെട്ടത്. മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബെഥാന്യ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാ വായിച്ച്. യേശു മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിലേക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ലാസറിന്റെ പേരിലാണ്. ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിച്ച് മരിച്ച വ്യക്തി ജീവിച്ചു. ഇപ്പോൾ ആ ഗ്രാമം പോലും അറിയുന്നത് ആ ഒരു വ്യക്തിയുടെ പേരിലാണ്. ഞാൻ എന്തിനാണെന്ന് ഇത് പറയുന്നറിയാമോ? ഒരാഗ്രഹത്തോടെയാണ്. ആ വീട് വലിയ വലിപ്പമുള്ള വീടായതുകൊണ്ടല്ല, അവിടെ ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ ഏതെങ്കിലും എടുത്തു പറയാൻ തക്കവണ്ണം ആ വീടിന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, അവിടെ യേശുള്ള വീടാണ്. അവിടെ ദൈവത്തിന്റെ തേജസ്സ് ജ്വലിക്കുന്ന വീടാണ്, സുഗന്ധം മണക്കുന്ന വീടാണ്, ആരാധന ഉയരുന്ന വീടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ സൗരഭ്യം മണക്കുന്ന വീടാണ്. നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട് ദൈവമക്കളെ? വേറെ ഒന്നും വേണ്ട. കുറെ പണം സ്വരുകൂട്ടി വെച്ചാൽ പോരാ, വീടിന് വലിപ്പുണ്ടാക്കിയാൽ പോരാ. ദൈവമക്കളെ, ഏറ്റവും വിലപിടിപ്പുള്ളതായ വസ്തുക്കൾ കൊണ്ട് അതിനെ അലങ്കരിച്ചാൽ പോരാ. ഒരൊറ്റ കാര്യം മാത്രം മതി. ഇരുട്ട് പോകണമോ, വെളിച്ചമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കടന്നു വരണം. ആ ദേശം അറിയപ്പെടുന്നത് ആ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന്റെ പേരിന്റെ പശ്ചാത്തലത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം ആദ്യവും ഒരു ഭവനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. കപ്പർത്തൂമിൽ വന്നു. കപ്പർത്തൂം എന്ന് പറയുന്ന ആ ദേശം. അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതിയായി. ദൈവമക്കളെ, കപ്പർത്തൂമിൽ ഒരു കൊച്ചു വീട്. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രാർത്ഥനയുടെ വീടാണ്, ദൈവത്തിന് സ്വാതന്ത്ര്യമുള്ള വീടാണ്. അവിടെ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്.
എന്താ കാരണം? അവിടെ വേറെ ആഘോഷമൊന്നുമില്ല. അവിടെ യേശുവുണ്ട് എന്ന് ശ്രുതിയായി. ഓരോ ദൈവമക്കളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീടിനെ കുറിച്ച് അങ്ങനെ ഒരു ശ്രുതി പരത്തുവാൻ പറ്റുമോ? ആ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടെന്നോ, അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ടെന്നോ, അവിടെ വലിയ വില കൂടിയതായ ഒരു വാഹനമുണ്ടെന്നോ, അവിടെ 7 അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതായിരിക്കുന്ന AC റൂംസ് ഉണ്ടെന്നോ, അതൊന്നുമല്ല. ശ്രുതിക്ക് ഒറ്റ കാരണം, തേജോമയനായ ദൈവം കുടിപാർക്കുന്ന വീട്. ദൈവമക്കളെ, നിങ്ങളുടെ വീട് അങ്ങനെ ആയിത്തീരണ്ടേ? അത് പുതുക്കി പണിയാനല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ക്രൂശ് നാട്ടാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ഏതെങ്കിലും ബൾബുകളിട്ട് അതിനെ പ്രകാശപൂരിതമാക്കാനല്ല പറഞ്ഞത്. എൻ്റെ പൊന്നു തമ്പുരാൻ കടന്നു വരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ വീട്ടിലേക്ക് കാലുകുത്തുമ്പോഴറിയാം എന്തോ ഒരു സമാധാനം തളം കെട്ടി നിൽക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു രഹസ്യം. വേറൊന്നുമല്ല, പൊന്നു തമ്പുരാൻ അവിടെയുണ്ട്, യേശു അവിടെയുണ്ട്. യേശുവിന് സ്വാതന്ത്ര്യത്തോടെ വരാൻ, സ്വാതന്ത്ര്യത്തോടെ അന്തി ഉറങ്ങാൻ, സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ ദൈവത്തിൻ്റെ സ്തോത്രം തുറന്നു കൊടുക്കുന്നൊരു വീട്. നിങ്ങളുടെ വീട് യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കാം. യേശു കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ആ വീട്ടിലേക്കൊന്ന് വരാം, ആ ബേഥാനിയിലെ കൊച്ചു വീട്ടിലേക്കൊന്ന് വരാം. അവിടെ 3 തരം ആളുകളുണ്ട്. 3 തരം ആളുകൾ ഞാൻ പറഞ്ഞു. 3 ആളുകളുണ്ട്. അത് 3 തരം ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്നാരാണ്? മാർത്ത. രണ്ടാരാണ്? മറിയ. 3 ലാസർ. ഹല്ലേലൂയ, ദൈവത്തിന്. മാർത്ത റെപ്രസെന്റ് വർക്ക്. മാർത്ത റെപ്രസെന്റ് വർക്ക്. മാർത്ത പണിയെടുക്കുന്നതാണ് കാണുന്നത്. ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മൾ പിറയിലേക്ക് നോക്കിയാൽ അറിയാം, മാർത്ത അധ്വാനിക്കുകയാണ്. മാർത്ത കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. രണ്ടാമത് മറിയ. മറിയ റെപ്രസെന്റ് വർഷിപ്പ്, ആരാധനയാണ്. ദൈവത്തിൻ്റെ മഹത്വം. 3 ആരാണ്? 3 ലാസറാണ്. 3 ലാസറാണ്. ലാസർ എന്താണ് കാണിക്കുന്നത്? ലാസറസ് റെപ്രസെന്റ് വിറ്റ്നസ്. ദൈവത്തിന് സ്തോത്രം. വിറ്റ്നസ്, സാക്ഷ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മാർത്ത എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതായിട്ട് കാണും. കർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധ്വാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വേണ്ട എന്നല്ല പറഞ്ഞത്. കർത്താവിന് ഭക്ഷണം വേണ്ടേ? പക്ഷെ കർത്താവ് ചോദിക്കുന്നു, മാർത്തിയേ മാർത്തിയേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ട് വീക്ഷിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. എന്താണ് കർത്താവ് അങ്ങനെ പറയാനായിട്ട് കാരണം? എന്താണ് കർത്താവ് ഇതുപോലെ വേദനയുടെ ശബ്ദം പറയാനായിട്ട് കാരണം? പലതിനെ ചൊല്ലി മനം കല്ലുന്ന ഒരു ഹൃദയം. യേശുവിൽ ഏകാഗ്രമല്ല. കർത്താവിന് വേണ്ടി അനേകർ വേല ചെയ്യുന്നുണ്ട്, വീടുകൾ കയറുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് സന്തോഷിക്കുന്നുണ്ടോ? കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി അധ്വാനിക്കേണ്ടെന്നല്ല, ചെലവഴിക്കപ്പെടേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതവും സ്നേഹവും ഇട്ടിട്ടുള്ള ഏത് അധ്വാനവും പ്രയോജനശൂന്യമാണ്. എന്നാൽ മറിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ ഇരിക്കുകയാണ്, എല്ലാം മറന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതാണ് ആവശ്യം. സങ്കീർത്തക്കാരൻ പ്രാർത്ഥിച്ചു, യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവന്റെ മന്ദിരത്തിൽ രാപ്പകൽ ധ്യാനിക്കുവാനും. അങ്ങനെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ തേജസ് മുറ്റി മുഖത്തേക്ക് നോക്കി വാക്കുകളൊന്നും അധികമില്ല, പക്ഷെ ആ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയാണ്. പാട്ടുകാരനെ പോലെ അറിയാതെ പാടിപ്പോവും, യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതിരിക്കുമോ? ആ സ്നേഹം നിങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടോ? നന്ദിയോടെ സ്തോത്രം. അരുമനാഥന്റെ മുഖം നിങ്ങളുടെ കൺമുമ്പിൽ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്നുണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ഹൃദയം പകരാറുണ്ടോ?
ഞാൻ അല്പമെല്ലാം രുചിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ദൈവമക്കളെ, യേശു നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? അവനെ മതിയാകോളം അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? കണ്ണു പറിക്കാൻ തോന്നാത്ത വിധത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ ആരാണ്? അവൻ ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനാണ്. അവനൊപ്പം പറയാൻ ആരുമില്ല. അവൻ ആരാണ്? അതാണ് എനിക്ക് എടുത്തു പറയാൻ. അവൻ എൻ്റെ മണവാളനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. യേശു എൻ്റെ സ്വന്തമാണ്. അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്നല്ല, അവൻ എൻ്റെ സ്വന്തം രക്ഷിതാവാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. മാർത്ത റെപ്രസെന്റ് വർക്ക്, മറിയ റെപ്രസെന്റ് വർഷിപ്പ് ആൻഡ് ലവ്. ദൈവത്തിന് സ്തോത്രം. ലാസർ എന്താണ്? റെപ്രസെന്റ് വിറ്റ്നസ്. അത് സാക്ഷിയാണ്. ദൈവമക്കളെ, ലാസർ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞതായിട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞായിട്ടോ നാം വായിക്കുന്നില്ല. പക്ഷെ ഒന്നും പറയണ്ടെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ആക്ച്വലി ലാസറസ് ഈസ് എ ലിവിങ് മിറക്കിൾ, എ വാക്കിംഗ് മിറക്കിൾ. എന്തിനാണ് പ്രസംഗം? ആ നടപ്പ്. തലേ ദിവസം എവിടെ കിടന്നാണ്? ചീഞ്ഞഴുകി സ്വന്തം പെങ്ങൾ പറയുന്നുണ്ട്. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. ആർക്കെങ്കിലും വേണോ അവന്? ദുർഗന്ധം അമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ ഇരുട്ട് നിറഞ്ഞ കല്ലറയിൽ കിടക്കുന്നു, പുഴുവരിച്ച് കിടക്കുന്ന രംഗം. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ നല്ല ഒന്നാന്തര വസ്ത്രം ധരിച്ച് പുതിയ ജീവന്റെ ചൈതന്യത്തിൽ കർത്താവ് ഉള്ള ഭവനത്തിൽ സ്നേഹവാത്സല്യത്തോടെ നടക്കുന്നു. ആ നടപ്പല്ലേ കർത്താവ് നല്ലവനാണ് എന്ന് സാക്ഷിക്കുന്ന ജീവിതത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ കൊതിയോടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സുവിശേഷത്തിന് വാക്കിംഗ് മിറക്കിളായി മാറാമോ? എല്ലാവരും ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കള്ളു കുടിച്ച് വേണ്ടാധീനവുമായി കുടുംബത്തെ മുടിച്ചവൻ ഇപ്പോൾ സുവിശേഷത്തിന്റെ ദൂതും പേറിക്കൊണ്ട് വീടുകൾ കയറി നിർമ്മല സുവിശേഷം അറിയിക്കുന്നതായ ആ നടപ്പല്ലേ സാക്ഷ്യം. ദൈവമക്കളെ, അശുദ്ധി, ലൈംഗികമായിരിക്കുന്നതായ ഔഹിക വേഴ്ചകൾ, വൃത്തികെട്ടതായ പണസംബന്ധമായിരിക്കുന്ന അതിക്രമങ്ങൾ നടത്തിയവർ, മോഷണം നടത്തിയവർ, കൊലപാതകം നടത്തിയവർ ഇപ്പോൾ കഠാരി പിടിച്ച കൈകളിൽ വേദപുസ്തകമായിട്ട് നടക്കുന്ന കാഴ്ച. യുവർ ലൈഫ് സ്പീക്സ് ലൗഡർ ദാൻ യുവർ വേർഡ്സ്. നമ്മുടെ കൂട്ടായ്മയിൽ വളരെ വ്യക്തമായി ആഗ്രഹത്തോടെ നിങ്ങളോട് അറിയിക്കട്ടെ. എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന സുവിശേഷമായി മാറണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി മാറണം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ യേശുവിനെ കാണണം, യേശുവിന്റെ സ്നേഹം കാണണം, യേശുവിന്റെ വിനയം കാണണം, യേശുവിന്റെ സത്യസന്ധത കാണണം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ദിവ്യ സ്വഭാവം നിങ്ങൾ വെളിപ്പെടണം. എ വാക്കിംഗ് ഗോസ്പൽ, എ വാക്കിംഗ് മിറക്കിൾ. അതിന് എന്ത് വേണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതമായി മാറണം. ധന്യനായിരിക്കുന്ന പൗലോസ് പറഞ്ഞില്ല, ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ക്രിസ്തുവിന്റെ ശക്തിയും ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന പ്രകൃതിയും എന്നിൽ പ്രകടമാകുകയാണ്. പിന്നെ എൻ്റെ വലിയ വാക്കുകളുടെ കസരത്തൊന്നും അവിടെ വേണ്ട. എൻ്റെ ജീവിതമാണ് സന്ദേശം. ദൈവത്തിന് സ്തോത്രം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വർക്ക്, വർഷിപ്പ് ആൻഡ് വിറ്റ്നസ്. ദൈവമക്കളെ, അത് മൂന്നും കൂടി ഒന്ന് സംയോജിച്ച് വരണം ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ. എ ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബി എ ബ്യൂട്ടിഫുൾ ബാലൻസ് ഓഫ് വർക്ക്, വർഷിപ്പ് ആൻഡ് വിറ്റ്നസ്. ഇത് മൂന്നും കൂടി ഒന്നിച്ചു വരുന്ന ഒരു ബാലൻസ് വ്യക്തിത്വം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാണ്. അങ്ങനെ നമ്മളൊന്നായി തീർന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടായ്മ ചൈതന്യം പ്രാപിക്കും. ലൂക്കോസ് 10:39 വാക്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. നമ്മളൊക്കെ അത് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചല്ലോ. മറിയ കാൽക്കലിരിക്കുന്നു, മാർത്ത ശുശ്രൂഷയിൽ കുഴയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ ഇതാ ഉയർത്തെഴുന്നേറ്റതായ ലാസറും വന്നിരിക്കുന്നു. ഇത് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിബിംബിക്കണം. നന്ദിയോടെ സ്തോത്രം.
ദൈവത്തിന് ഒരു കാര്യം എന്നെ എടുത്തു പറയാറുണ്ട്. ഈ ലാസർ ഇപ്പോൾ എവിടെയാണ്? 12:2 വായിച്ചു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി വായിച്ചു. മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും ദൈവമക്കളെ ആ ലാസറിന്റെ ഇരിപ്പൊന്ന് നോക്കി. ഞാൻ ഇങ്ങനെ അത്ഭുതം കൂറിക്കൊണ്ട് ചിന്തിച്ചു, എൻ്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു ലാസർ? കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു? കല്ലറയിൽ ചീഞ്ഞ് പുഴുവരിച്ച് കിടക്കുന്നു. ഇപ്പോഴെവിടെയാണ്? തേജോമേനായ ദൈവത്തോടുകൂടെ പന്തിയിൽ. അതിന് കാരണം എന്താണ്? ഏതെങ്കിലും വ്യക്തികളാണോ? ഏതെങ്കിലും കൂട്ടായ്മയോ സംഘടനയോ പള്ളിയോ വല്ലോ ആണോ? ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും നേതാക്കന്മാരാണോ? ഒരു വ്യക്തി മാത്രം, ഒരൊറ്റ വ്യക്തി മാത്രം. ഹല്ലേലൂയ. ജീവന്റെ ഉടയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. യഹോവ മനുഷ്യന്റെ സ്ഥിതി മാറ്റുന്നു. നിങ്ങൾക്ക് മാറാം ദൈവമക്കളെ, നിങ്ങൾക്ക് മാറാം. കർത്താവ് വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നീ ഈ ശബ്ദം കേട്ട് വാതിൽ തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴത്തിനിരിക്കും. സ്വർഗത്തിൽ നമുക്ക് അത്താഴത്തിനിരിക്കണ്ടേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഭൂമിയിൽ കർത്താവിനോട് ചേർന്ന് പന്തിയിലിരുന്നാൽ അന്ന് നമുക്ക് സ്വർഗത്തിൽ ഒന്നിച്ച് ദൈവത്തോടുകൂടെ മേശയിലിരിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഈ മറിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ 3 പ്രാവശ്യം ഇരുന്നായിട്ട് നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ 3 പ്രാവശ്യം ഇരുന്നു. ദൈവത്തിന് 3 times at the feet of Jesus. ഒന്ന് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ വചനം പഠിക്കാൻ വേണ്ടി മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്നു, വചനം പഠിക്കാനും വചനം കേൾക്കാനും വേണ്ടി. രണ്ടാമത് യേശുവിൻ്റെ കാൽക്കലിരുന്ന് എപ്പോഴാണ്? യോഹന്നാൻ 11-ാം അധ്യായത്തിൽ. ഒന്ന് വായിച്ചേ, 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. ദൈവത്തിന്റെ സഹോദരി ഇപ്പോൾ യേശുവിന്റെ കാൽക്കൽ കാണുകയാണ് മറിയ. എന്തിനാണ്? ദൈവത്തിന് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. വേദന ആ കാൽക്കലേക്കൊന്ന് പകർന്ന് ഒന്ന് പങ്കിടാനായിട്ട് യേശുവിൻ്റെ കാൽക്കലിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. വചനം പഠിക്കാനായിട്ട് ഇരുന്നപ്പോൾ യേശുവിൻ്റെ സ്നേഹം അവളിലേക്ക് ഒഴുകി വന്നു. യേശുവിൻ്റെ മുഖത്തെ തേജസ് ഇവളെയും ജ്വലിപ്പിച്ചു. സ്നേഹം ആസ്വദിച്ചതാണ്. ഇപ്പോൾ ലാസർ മരിച്ചുപോയ രംഗത്താണ് കർത്താവായ യേശു ക്രിസ്തു ബേഥാനിയയിലേക്ക് വന്നിരിക്കുന്നത്. ആ കാൽക്കലങ്ങ് വീണു. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ എന്നെ ജ്വലിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളം ത്രസിച്ചുകൊണ്ടാണ് പറയുന്നത്. മറിയ ഏത് കാൽക്കൽ വീണ് കണ്ണുനീരുകൊണ്ട് വേദന മുഴുവനായിട്ട് കർത്താവിനോട് തുറന്നു പറഞ്ഞു. അതേ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവന്റെ ജീവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ കവിണ് വീണ് കിടന്നുകൊണ്ട് സഹോദരി സഹോദരന്മാര്, ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവം വന്നാൽ എല്ലാം അങ്ങ് തുറന്ന് പറയാൻ കേട്ടോ. ഹല്ലേലൂയ. ഒരു പാത്രത്തിന്റെ അടപ്പ് തുറന്ന് മുഴുവനായിട്ട് അങ്ങ് പകർന്ന് ഒഴിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളത്തിന്റെ വേദനയും മനോഭാരങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളും സകല ഭാരങ്ങൾ അങ്ങ് ഇറക്കി വെക്കാൻ ദൈവമക്കളെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം. അന്നുണ്ടായിരുന്ന അതേ കർത്താവ് ഇന്നുകൊണ്ട് അവൻ നാളെയും കാണും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ മഹത്വം അവൾ കർത്താവിന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന എന്തിനാണ്? 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ എന്തിനാണ്? നന്ദിയുടേതായ എണ്ണ പൂശാൻ വേണ്ടിയിട്ടാണ്. നന്ദി അങ്ങ് പകരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്താണ് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു തന്നത്? നിന്ന മാറ്റിയല്ലോ, കരച്ചിൽ മാറ്റിയല്ലോ, കുഷ്ഠം മാറ്റിയല്ലോ, മരണത്തെ ജീവനാക്കി മാറ്റിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർഗന്ധം സുഗന്ധപൂരിതമാക്കി തീർത്തു തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. അങ്ങ് പൊട്ടിച്ചു മുഴുവനായിട്ട്. ദൈവത്തിന് സ്തോത്രം. സുഗന്ധവർഗത്തിന്റെ പാത്രം മുഴുവനായിട്ട് അങ്ങ് പൊട്ടിച്ചങ്ങ് ഒഴിക്കുകയാണ്. ഈ വെറും ചെലവ് എന്തിനാ എന്ന് മറ്റുള്ളവർ ചോദിക്കുവാൻ തക്കവണ്ണം
കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മുഴുവനായിട്ട് അങ്ങ് ചെലവഴിക്കപ്പെടുകയാണ്. അത് വിലയൊന്നും നോക്കുന്നില്ല. ദൈവമക്കളെ, ഒന്നും ബാക്കി വെക്കാതെ നിങ്ങൾ ഇപ്പോൾ മുഴുവനായിട്ട് യേശുവിൻ്റെ കാൽക്കലേക്ക് നന്ദിയോടെ അങ്ങ് പകർന്നു കൊടുത്തേ. അടുത്ത വാക്ക് എന്നാ അറിയാം? അടുത്ത വാക്ക് വായിച്ചേ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛയിടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇപ്പോൾ ആ വീട് സുഗന്ധപൂരിതമാണ്. പറഞ്ഞുകൊണ്ട് അവൾ തന്നാൽ ആവതി ചെയ്തു എന്ന്. ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് നന്ദിയുടെ ആരാധന. നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവർക്ക് വിമർശിക്കും, മറ്റുള്ളവർ കുറ്റം പറയും. ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇത്രമാത്രം ഈ പ്രാർത്ഥനയ്ക്ക് പോക്കും സ്തുതിയും ആരാധനയും സുവിശേഷ വേലയെല്ലാം വേണോ? വിമർശിച്ചോട്ടെ ദൈവമക്കളെ. ഒരു കാര്യം മർമ്മപ്രധാനമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് മറ്റുള്ളവർ നമ്മളുടെ ചെയ്തിയെക്കുറിച്ച് എന്തു പറയും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കർത്താവ് എന്തു പറയുമെന്ന് മാത്രം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനല്ല. എൻ്റെ കർത്താവ് എൻ്റെ ഓരോ വാക്കിലും എൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും എന്ത് അഭിപ്രായമാണ് പറയാൻ, അവൻ അത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നന്ദിയോടെ സ്തോത്രം. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീടും നിറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നീ ഒരു ജ്വലിക്കുന്നതായി ദീപമായി മാറാവൂ. നീ ചെല്ലുന്നിടത്ത് ഇരുട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. നീ ഒരു സൗരഭ്യമായി മാറാമോ? പാപത്തിന്റെ ദുർഗന്ധം നീ ചെല്ലുന്നിടത്ത് എല്ലാം മാറി അവിടെ സുഗന്ധം നിറയും. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കെട്ടിപ്പിടിക്കാം. ഇപ്പോൾ രക്തം വന്ന് നിങ്ങളെ കഴുകട്ടെ. ഹല്ലേലൂയ. അരുമനാഥന്റെ കരം നിങ്ങളുടെ തലമേൽ വരട്ടെ. നിങ്ങളൊരു പുതിയ അധ്യായം തുടങ്ങട്ടെ. ഈ ഒരു സമയത്ത് കല്ലറയിൽ ദുർഗന്ധപൂരിതമായി കിടന്ന ലാസർ ഇപ്പോൾ കർത്താവിനോട് പന്തിയിലിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച തീർന്നില്ല. ദൈവമക്കളെ, ആ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി പിരിയാത്ത ബന്ധം ഈ ലോകത്തിൽ സ്ഥാപിച്ചാൽ സ്വർഗത്തിൽ പന്തിയിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. അതിന് പൊന്നു തമ്പുരാൻ നമുക്ക് കൃപ ഒന്ന് സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.